മുനമ്പത്തിൽ നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് നിയമസാധുതയില്ല. സർക്കാരിന് തിരിച്ചടി തന്നെയാണ്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് നിയമസാധുതയില്ല. നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഹൈക്കോടതി. ഷബ്ന ചേരുകയാണ് ലീഗൽ ഡെസ്കിൽ നിന്നും. ഷബ്ന, എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, ഈ കമ്മീഷന് നിയമസാധുത ഇല്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. സർക്കാർ കമ്മീഷൻ നിയമിച്ചത് വഖഫ് നിയമം പരിഗണിച്ചല്ല എന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജി നിലനിൽക്കും എന്ന് പറയുകയും ഈ നിയമനം, അതായത് സർക്കാരിന്റെ ഈ നിയമനം റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വഖഫ് ഭൂമിയാണോ എന്ന് പരിശോധിക്കേണ്ടത് വഖഫ് ബോർഡാണ്. അതിൽ തീരുമാനമെടുക്കേണ്ടത് വഖഫ് ട്രിബ്യൂണലാണ്. ഇങ്ങനെ ഒരു നിയമസാധുത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു കമ്മീഷൻ നിയമിക്കൽ നിയമവിരുദ്ധമാണ് എന്നാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. തന്നെയുമല്ല, കോടതി ചൂണ്ടിക്കാണിക്കുന്നത് കൃത്യമായ മൈൻഡ് അപ്ലൈ ചെയ്യാതെ അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ പഠിക്കാതെ വിശകലനം നടത്താതെ നിയമപരമായ രീതിയിലേക്ക് കൈകാര്യം ചെയ്യാതെയാണ് കമ്മീഷന്റെ നിയമനം. ഇത്തരത്തിൽ കമ്മീഷൻ നിയമിക്കുന്നതിന് നിയമസാധുത ഇല്ല എന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും ഈ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനം ആരംഭിക്കുകയും പിന്നീട് ഇത്തരം ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ കമ്മീഷന്റെ പ്രവർത്തനം റദ്ദാക്കിയിരുന്നു. അത്തരത്തിൽ കമ്മീഷൻ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതി ഏതായാലും സർക്കാരിന്റെ ഉത്തരവ് റദ്ദാക്കിയിട്ടുള്ളത്. ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചതിനെതിരായ വഖഫ് സംരക്ഷണ വേദിയായിരുന്നു ഇത്തരം ഒരു ഹർജി നൽകിയത്. വഖഫ് സംരക്ഷണ വേദിക്ക് ഇത്തരം ഹർജി നൽകാൻ അവകാശമുണ്ട് എന്ന് കോടതി ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റും സ്ഥലവാസികളും ആയ ചില വ്യക്തികളും ഇതിൽ കക്ഷി ചേരുകയും ഇതിൽ വിശദമായ വാദം നടത്തുകയും ചെയ്തിരുന്നു. വഖഫ് സംരക്ഷണ വേദിയുടെ ഹർജി നിലനിൽക്കില്ല എന്ന വാദമായിരുന്നു സംസ്ഥാന സർക്കാർ കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. ഭൂമിയുമായി ബന്ധപ്പെട്ട കക്ഷികളോ അതോടൊപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട ആനുകൂല്യത്തിന് അർഹരായവരോ അല്ല ഹർജിക്കാർ. മുനമ്പം ഭൂമി വിഷയത്തിൽ വസ്തുതാന്വേഷണമാണ് നടക്കുന്നത്. ഇതിനായിട്ടാണ് ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചത്, അല്ലാതെ മറ്റു രീതിയിലുള്ള അന്വേഷണമല്ല. ഇത്തരത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട്. ആ അവകാശം കണക്കിലെടുത്താണ് സർക്കാർ ഇത്തരത്തിൽ കമ്മീഷൻ നിയമിച്ചത്. മുൻ കോടതി ഉത്തരവുകളും വഖഫ് ട്രിബ്യൂണലിന്റെ പരിഗണനയിൽ വിഷയവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചു എന്നതാണ് കോടതി കണ്ടെത്തിയ കാര്യം. അത്തരത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിയമിക്കാൻ സർക്കാരിന് എന്ത് അധികാരം എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്നും ഇഷ്ടദാനമാണെന്നുമാണ് ഭൂമിയുടെ കൈവശാവകാശം ഉണ്ടായിരുന്ന കോഴിക്കോട് ഫാറൂഖ് കോളേജിന്റെ വാദം. ഈ ഫാറൂഖ് കോളേജ് ഇത്തരം ഒരു നിലപാട് കോടതിയിൽ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഫാറൂഖ് കോളേജ് അധികൃതരിൽ നിന്ന് വാങ്ങിയ ഭൂമിയാണ് തങ്ങളുടേതെന്നും അതുകൊണ്ട് വഖഫ് ഭൂമി അല്ല എന്നുമായിരുന്നു. ഈ ഭൂമിയിലെ അവകാശികൾ, അതായത് ഇപ്പോൾ സമരം നടത്തുന്ന ഈ മുനമ്പത്ത് സമരം നടത്തുന്ന സമരവേദിക്കാർ ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയെ അറിയിച്ചത് ഇത്തരത്തിലുള്ള വാദങ്ങളെല്ലാം കോടതിയിൽ നടന്നിരുന്നു. പക്ഷേ കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സർക്കാർ കൃത്യമായി നിയമം പാലിച്ചല്ല ഈ കമ്മീഷൻ നിയമിച്ചത്. ഒരു വഖഫ് ഭൂമിയാണോ, ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കേണ്ടത് വഖഫ് ബോർഡാണ്. വഖഫ് ബോർഡിന്റെ നിയമം അനുസരിച്ചാണ്. അതിൽ തീരുമാനമെടുക്കേണ്ടത് വഖഫ് ട്രിബ്യൂണലാണ്, അല്ലാതെ ജുഡീഷ്യൽ കമ്മീഷൻ അല്ല. മറ്റൊരു അതോറിറ്റിക്ക് അത്തരം തീരുമാനമെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ വഖഫ് ട്രിബ്യൂണൽ തന്നെയാണ് ഇതിൽ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. മറ്റൊന്ന്, ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. ഇത്തരത്തിൽ കോടതി ഉത്തരവ് നിലനിൽക്കുന്നു. വഖഫ് ട്രിബ്യൂണലിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ പെൻഡിങ്ങിൽ നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ സർക്കാർ ഇത്തരത്തിൽ ഒരു കമ്മീഷൻ നിയമിച്ചത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ഈ നിയമനം റദ്ദാക്കണം എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്.